മീനമാസത്തിൽ നിരവധിയായ ഗ്രഹമാറ്റങ്ങളുടെ ഫലമായി ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ജോലിയിലുണ്ടായിരുന്ന സർവ്വവിധമായ തടസ്സങ്ങൾ നീങ്ങി മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നു. സാമ്പത്തിക പുരോഗതിയിൽ ഇവർ എത്തിച്ചേരുന്നു. ഇവർക്ക് മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനും ഭാഗ്യാനുഭവങ്ങൾ വഴി അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനും സാധിക്കുന്നു. നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകുന്നു. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നു. കുടുംബത്തിൽ മംഗളകരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഐശ്വര്യവും സമാധാനവും സന്തോഷവും കുടുംബജീവിതത്തിൽ വന്നുചേരുന്നു. നിലവിലുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഊർജ്ജസ്വലത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാനായി മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. 2026 മീനമാസത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് വമ്പിച്ച സാമ്പത്തിക നേട്ടങ്ങളും ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്ന സമയമാണ്. ശമ്പള വർധനവ്, അപ്രതീക്ഷിത ധനലാഭം, സൈഡ് ബിസിനസ് തുടങ്ങിയവയിൽ നിന്ന് വരുമാനം മെച്ചപ്പെടും. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. പുതിയ വാഹനം, വീട് പണി ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. വിദേശ ജോലി ചെയ്യുന്നവർക്കോ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കോ അനുകൂല സമയമാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ ഷഷ്ഠിവ്രതം എടുക്കുന്നതോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതോ ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുന്നതും ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനും സഹപ്രവർത്തകരുടെ അംഗീകാരം നേടാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച പുരോഗതിയുണ്ടാകും. മത്സര പരീക്ഷ, ഇന്റർവ്യൂകൾ തുടങ്ങിയവയിൽ വിജയസാധ്യത. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ദൈവിക കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ തുടങ്ങിയവയിൽ താൽപ്പര്യം വർദ്ധിക്കും. മാനസികമായി സന്തോഷം അനുഭവിക്കുന്ന കാലഘട്ടം കൂടിയാണ്. തീർത്ഥാടനം, വിനോദയാത്ര തുടങ്ങിയവയ്ക്കുള്ള അവസരം ലഭിക്കും. നിക്ഷേപങ്ങൾ, പൂർവിക സ്വത്ത് തുടങ്ങിയവയിൽ നിന്ന് അപ്രതീക്ഷിത സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ സാധ്യത. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുരോഗതി. മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ തീർക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ഈ കാലയളവിൽ സാധിക്കുന്നു. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാടായി നടത്തുക. ശനി സ്തോത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ മീനമാസം അനുകൂല ഫലമാണ്. സാമ്പത്തികവും തൊഴിൽപരവുമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് അപ്രതീക്ഷിത ധനലാഭം വന്നു ചേരും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനും ഈ മാസം യോഗമുണ്ട്. വസ്തു, വീട് തുടങ്ങിയവയിൽ നിന്ന് ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം, വീട് തുടങ്ങിയവയ്ക്കുള്ള അനുകൂലമായ സമയമാണ്. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കാനും ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങൾ നീങ്ങി വിജയം കൈവരിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെയോ ശാസ്താവിനെയോ ഭജിക്കുന്നത് കർമ്മരംഗത്ത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഈ മീനമാസം ഗുണപരമായ പല അനുഭവങ്ങളും വന്നു ചേരും. തൊഴിൽ മേഖലയിൽ പുരോഗതി, ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ ഈ സമയം അനുകൂലമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. പിണങ്ങി നിന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ ഇണങ്ങിച്ചേരാൻ അവസരം വന്നു ചേരും. വിദ്യാർത്ഥികളിൽ പഠന പുരോഗതിയുണ്ടാകും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയിലുള്ളവർക്ക് ലാഭമുണ്ടാകുന്നു. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യത. പുതിയ വീട്, വാഹനം എന്നിവയ്ക്ക് അനുകൂലമായ സമയമാണ്. ഈ നക്ഷത്രക്കാർ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നടത്തുക.